നമ്മളിപ്പോൾ നിൽക്കുന്നതേ കരുനാഗപ്പള്ളിയിലെ വലിയ തുറക്കടവ് പെരിങ്ങാടി എന്ന സ്ഥലത്താണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലങ്കയെന്ന് പറഞ്ഞ് നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞങ്ങളുടെ വീടിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം. പക്ഷേ എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കൃഷിഭവനിൽ വന്ന വഴിക്ക് അപ്പോൾ അതിനടുത്താണ്. അപ്പോൾ അങ്ങനെ വന്നതാണ്, കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതിനകത്തൊരു 35 വീടുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ ഉണ്ടെന്ന് ഇപ്പോൾ മിക്കവാറും അടുത്തുള്ളവർക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. ഇപ്പം ഞാൻ തന്നെ അറിയുന്നത് ഇപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത് ഈ ഏരിയയിലുള്ളവർക്ക് പോലും, ഇങ്ങോട്ട് വരുന്ന ആ ഭാഗത്തുള്ളവർക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം. അപ്പോൾ നമുക്ക് ആ സ്ഥലമൊക്കെ ഒന്ന് കാണാമേ. ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാ? പെരിങ്ങാടി ആണോ? ഇവിടെ ലങ്കയെന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാ? 4 ദിവസം വെള്ളം ചുറ്റി കിടക്കും. ആളുകളൊക്കെ കാണാൻ വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരു ആ കാണുന്ന തടത്തി മുക്ക അല്ല, തടത്തല്ല മടത്തി സോമലാഥിലോട്ട് വരും. ആ കാണുന്ന വീട് അതിലാണ്. ഇവിടെ നമുക്ക് വള്ളത്തിൽ ഇങ്ങനെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വള്ളം കടത്തിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? അതെ അതെ, അക്കരയ്ക്കും ഇക്കരയ്ക്കും. അപ്പൊ ആളില്ലെന്നില്ലേ? ആള് വരും, ഇപ്പൊ വന്നും പോയി നിൽക്കുക. അക്കരെ വരെ പോയി നമുക്ക്. ഇത് പഞ്ചായത്തിന്റെ ആണോ? അതെ, പഞ്ചായത്ത് കോണ്ടാക്ട്. അപ്പൊ ആ ഒരു സ്ഥലം എവിടെ ആയിട്ട് വരും? കരുനാഗപ്പള്ളി. ഇത് കരുനാഗപ്പള്ളി ഏരിയ, ഇത് വേങ്ങര സ്ഥലമാണല്ലേ? മീൻപിടുത്തൊക്കെ ഉണ്ടല്ലേ ചൂണ്ടയിടയിലും? ഉണ്ട്. നമുക്ക് ഈ ലങ്കയിൽ എത്താൻ വേണ്ടിയിട്ടേ നമ്മുടെ മാലുമേ പാലം ഇറങ്ങി വലത്തോട്ട് വരുന്ന ആ ഒരു വഴി കയറി വന്നാൽ മതി. അപ്പോൾ നമുക്കിവിടെ എത്താൻ. ലങ്ക കണ്ടിട്ട് വരുന്ന വഴി ഇത് നമ്മുടെ തൊടിയൂരിൻ്റെ മനോഹരമായ സ്ഥലങ്ങളാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ മനോഹരമാണ് നമ്മുടെ തൊടിയൂരിൻ്റെ ഓരോ ഭാഗങ്ങളും കാണാൻ. കരുനാഗപ്പള്ളിയിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ തണ്ണിമത്തൻ്റെ വീഡിയോ എടുക്കാൻ വന്നില്ലേ? അപ്പോൾ ആ ഒരു കർഷകൻ്റെ സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ എല്ലാം വെള്ളം കയറി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെയും ഒന്ന് കയറി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് നല്ല ഒരു മഴക്കാറും പിന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട്. അവിടെ കുറേ കൃഷികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം നമ്മളിപ്പം കാണുന്ന ഇവിടെ എല്ലാം പായൽ കയറി കിടക്കുക. വെള്ളം കയറിയതിൻ്റെ പായലാണ് ഇവിടെ എല്ലാം കാണുന്നത്. കുറച്ച് നേരം നിന്ന് കാണാൻ തോന്നും. അതേപോലെ വളരെ മനോഹരമാണ്. ഇപ്പം വെള്ളമൊക്കെ നിറച്ച് കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ നല്ല പച്ചപ്പിലായിരുന്നു. ഇപ്പം വെള്ളം കയറിയപ്പം വേറൊരു ഭംഗിയാണ് ഇപ്പോൾ അവിടെ കാണാനൊക്കെ. ഇതാ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. നേരത്തെ ഇവിടെ ആയിരുന്നു നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കണ്ട സ്ഥലമായിരുന്നു ഇത് കേട്ടോ. ഇവിടെ എല്ലാം ഇപ്പോൾ വെള്ളം കയറി കിടക്കുക. ഇപ്പോൾ ഫുള്ള് വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ട്. കുറേ പയറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി.
ദാ ഇവിടെ എല്ലാം ശരിക്കും വെള്ളം കയറിയിട്ടുണ്ട്.